അപ്പോൾ നാഗേഷ് ചേട്ടൻ പറഞ്ഞത് കഴിഞ്ഞ പ്രസൻറ്റേഷന് നല്ല അഭിപ്രായം വന്നെന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രസൻറ്റേഷനിൽ ഇച്ചിരി മോശം അഭിപ്രായം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വിഷയമാണ് പറയുന്നത്. എൻ്റെ വിഷയം ഡോക്കിൻസിൻ്റെ ബാധ. മാറ്റമില്ലാത്തതായി ഒന്നുമില്ല, അത് മാറ്റത്തിന് മാത്രമാണ് എന്ന് ഒരു കോട്ടുണ്ട്. ഹെറാക്ലിറ്റസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനാണ്, ഗ്രീക്ക് ഫിലോസഫറിനാണിത് പറഞ്ഞത്. ആക്ച്വലി ഹെറാക്ലിറ്റസ് അത് പറഞ്ഞോന്ന് നമുക്കറിയില്ല, പക്ഷേ നമ്മൾ ഹെറാക്ലിറ്റസ് അങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്നല്ല നമ്മുടെ വിഷയം, ബട്ട് മാറ്റത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മാറ്റത്തെക്കുറിച്ചാണ്. എന്താണ് യുക്തിവാദികളുടെയും സ്വതന്ത്ര ചിന്തകരുടെയും ലക്ഷ്യം? നിങ്ങൾ ഒരു 100 യുക്തിവാദികളോ സ്വതന്ത്ര ചിന്തകരോ നാസ്തികരോ ഇവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോമൺ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല. ചിലർ പറയും എനിക്ക് മതങ്ങളില്ലാത്തൊരു സമൂഹം വേണമെന്ന്. ചിലർ പറയും എനിക്ക് ഹോമിയോപ്പതി, ആയുർവേദ ഇങ്ങനെയുള്ള സ്യൂഡോ സയൻസ് ഇല്ലാത്ത ഒരു സമൂഹം വേണമെന്ന്. ചിലർ പറയും നമുക്ക് സാമൂഹിക നീതി വേണം, ജെൻഡർ ഇക്വാലിറ്റി, അല്ലെങ്കിൽ ഒരു ജാതീയത ഇല്ലാത്ത സമൂഹം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ പല പല തരത്തിലുള്ളൊരു സമൂഹമാണ് ഏതൊരു യുക്തിവാദിയോ അല്ലെങ്കിൽ സ്വതന്ത്രരൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹം മാറേണ്ടതുണ്ടെന്നാണ്, അല്ലേ? സമൂഹത്തിന് മാറ്റം വേണമെന്നും സമൂഹം മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു ഏകകണ്ഠ അഭിപ്രായമുണ്ട്. സമൂഹത്തിലെ സിസ്റ്റം മാറണം, കൾച്ചർ മാറേണ്ടതുണ്ട്, മൂല്യങ്ങൾ മാറേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, സമൂഹം എങ്ങനെയാണ് മാറുന്നത്? സമൂഹം എങ്ങനെയാണ് മാറുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് ആയുർവേദവും ഒക്കെ ഇപ്പം സമൂഹത്തിൽ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ അതെന്ത് ചെയ്താലാണ് മാറുക എന്ന ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ യുക്തിവാദികൾക്ക് ഒരു ഐഡിയ വേണം, എങ്ങനെയാണ് സമൂഹം മാറുന്നത്, അതിനെക്കുറിച്ചൊരു വീക്ഷണം വേണം. ഇതാരാന്നറിയോ? ഫോട്ടോയിൽ കാണുന്നത് ഇത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. ഡോക്കിൻസിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ്. റിച്ചർഡ് ഡോക്കിൻസ് ആരാന്ന് അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ ഒരു വേദിയിൽ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം എല്ലാവരും അറിയുന്ന വ്യക്തി തന്നെയാണ്. ഒരു ബ്രിട്ടീഷ് എവല്യൂഷണറി ബയോളജിസ്റ്റാണ്, ഒരു ശാസ്ത്ര പ്രചാരകനാണ്, നാസ്തികനാണ്. ഞാൻ റിച്ചർഡ് ഡോക്കിൻസിനെ ഇവിടെ കോട്ട് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിച്ചർഡ് ഡോക്കിൻസ് സമൂഹം എങ്ങനെ മാറുന്നു എന്ന ഒരു തിയറി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സെൽഫിഷ് ജീൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ജൈവ പരിണാമം എങ്ങനെയാണോ നടക്കുന്നത്, ഈ നമ്മൾ കാണുന്ന ജൈവലോകത്ത് ഓരോ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു അതുപോലെ തന്നെയാണ് സമൂഹം മാറുന്നതാണ്. അദ്ദേഹം അതിന് കൊടുത്ത പേര് മീം എന്നാണ്. ഇന്ന് നമ്മൾ മീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ സിനിമയുടെ ഓരോ കഥ, ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഓരോ തമാശയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ചിരിക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഈ മീം എന്നുള്ള വാക്ക് ആദ്യം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ കോയിൻ ചെയ്തത് റിച്ചർഡ് ഡോക്കിൻസ് ആണ്. റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നത് സമൂഹത്തിലെ കൾച്ചറിലെ മൂല്യങ്ങളുടെയൊക്കെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മീമാണ്. എങ്ങനെയാണോ ജനിതക ലോകത്ത് ജീനുകളുള്ളത് അതേമാതിരി തന്നെ നമ്മുടെ സമൂഹത്തിൽ മീമുണ്ട്. എങ്ങനെയാണോ ജനിതക ലോകത്തെ ജീനുകൾ ഒരു ജീവിയിൽ നിന്നും വേറൊരു ജീവിയിലേക്ക് ഇങ്ങനെ കോപ്പിയായി പോയി പടരുന്നു, മാറ്റങ്ങൾ സംഭവിക്കുന്നു, അതേമാതിരി തന്നെ മീമുകൾ ഒരു ബ്രെയിനിൽ നിന്നും വേറൊരു ബ്രെയിനിലേക്ക് പോയി മാറ്റം സംഭവിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടാണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഒരു ശാസ്ത്രജ്ഞനൊരു ഐഡിയ കിട്ടുന്നു, അദ്ദേഹം ഒരു ബുക്ക് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഐഡിയ കിട്ടുന്നു, അദ്ദേഹത്തിൻ്റെ കൊളീഗ്സിനോട് പറയുന്നു, സ്റ്റുഡൻസിനോട് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ലെക്ചറിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മൈൻഡിലുള്ള അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ഈ മീം മറ്റു ആളുകളിലേക്ക് പടർന്ന് സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നു എന്നായിരുന്നു റിച്ചർഡ് ഡോക്കിൻസ് പറഞ്ഞത്. ഇതിനെ മീം തിയറി, മിമിറ്റിക്സ് എന്നാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. ഇതന്നുള്ള ഒരുപാട് ആളുകൾ ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീം എന്ന് പറയുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും ചില മീമുകൾ വൈറസുകളെ പോലെയാണെന്നും പുള്ളി പറയുന്നുണ്ട്. ചില മീമുകൾ വൈറസിനെ പോലെയാണ്. അതിന് ഒരു ഉദാഹരണമാണ് അദ്ദേഹം മതം എന്ന് പറഞ്ഞത്. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മീമാണ്, മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ബാധിക്കുന്ന ഒരു വൈറസാണ്. എങ്ങനെയാണോ ഒരു വൈറസിൻ്റെ പ്രത്യേകത എന്താണ്? വൈറസിന് ജീവിക്കാൻ ഒരു ഹോസ്റ്റ് സെൽ വേണം. ആ ഹോസ്റ്റ് സെല്ലിൽ അതിനെ അറ്റാക്ക് ചെയ്ത് അതിൽ വളർന്ന് അതിനെ നശിപ്പിച്ചിട്ട് അടുത്ത സെല്ലിലേക്ക് അങ്ങനെ പോകുന്നു. അതേമാതിരി തന്നെ ഈ മതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബ്രെയിനിൽ നിന്ന് വേറൊരു ബ്രെയിനിലേക്ക് പോകുന്നു, എന്നിട്ട് മനുഷ്യർക്ക് തന്നെ ദോഷമായ ഒരു സംഭവമാണ്. പക്ഷെ മതങ്ങൾ അങ്ങനെയാണ് എന്നാണ്.
അദ്ദേഹത്തിൻ്റെ കോട്ടാണ് റിലീജിയൻ ഈസ് എ മൈൻഡ് വൈറസ്. മനസ്സിലുള്ള വൈറസാണ് ഇത്. അന്ന് വെസ്റ്റിലുള്ള ഒരുപാട് നവനാസ്തിക മൂവ്മെൻറ്റുകളും യുക്തിവാദ മൂവ്മെൻറ്റുകളും ഒക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ വലതുപക്ഷത്ത് കാണുന്നത് ഡാനിയൽ ഡെനറ്റ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയാണ്. ഇദ്ദേഹം റീസെൻ്റ്ലി മരിച്ചു. അദ്ദേഹം ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം ആദ്യകാലങ്ങളിൽ റിച്ചർഡ് ഡോക്കിൻസിൻ്റെ കൂടെ ഒക്കെ പ്രവർത്തിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് ദി ബ്രേക്കിംഗ് ദ സ്പെൽ എന്ന്. അതിലും പുള്ളി തന്നെ പറയുന്നുണ്ട് ഒരു ഉറുമ്പ് ഒരു ഉറുമ്പിൻ്റെ ബ്രെയിനിൽ എങ്ങനെയാണോ ഒരു പാരസൈറ്റ് പ്രവർത്തിക്കുന്നത് അതേമാതിരി തന്നെയാണ് മതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന അന്ന് തന്നെ ഇറങ്ങിയ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഡാരൽ ഡബ്ല്യു റേ കൊണ്ടുവന്ന പുസ്തകമാണ് ദ ഗോഡ് വൈറസ്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾക്കൊരു ഒരു കോമൺ പാറ്റേൺ കാണാം. വൈറസ്, രോഗം, രോഗാവസ്ഥ, ഇങ്ങനെയാണ് മതങ്ങളെയും മതവിശ്വാസികളെയും അല്ലെങ്കിൽ ആ മതത്തിൻ്റെ കൾച്ചറിനെയും ഐഡിയോളജീനെയും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. പിന്നെ അന്നത് അവിടെ വെസ്റ്റിലൊക്കെ ഒരുപാട് വരുന്നു. അന്നൊക്കെ തുടക്കത്തിൽ അവർ ക്രിസ്ത്യൻ മതത്തെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞെങ്കിലും പതുക്കെ പതുക്കെ അത് ഇസ്ലാം മതത്തെക്കുറിച്ചായി. കാരണം ഇസ്ലാം എപ്പോഴും മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ളൊരു മതമായി മാറി. അവിടെ ഏറ്റവും കൂടുതൽ പിന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഇസ്ലാമിനെ കുറിച്ച്. അത് റിച്ചർഡ് ഡോക്കിൻസ് ആണെങ്കിലും സാം ഹാരിസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളെല്ലാം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഈ ഇസ്ലാം എന്ന വൈറസ് മനുഷ്യരെ ബാധിക്കുന്നു, ഇസ്ലാം എന്ന ഒരു വൃത്തികെട്ട മതം, പേപ്പട്ടി മതം, അങ്ങനെ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നു. ഇതേ സംഭവം കേരളത്തിലേക്ക് കോപ്പി പേസ്റ്റ് ആവുകയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതേ കാര്യം വേറെ ഭാഷയിൽ കേരളത്തിലെ നാസ്തികരും യുക്തിവാദികളും പറയാൻ തുടങ്ങി. ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി. നിങ്ങൾ കേട്ട് കാണും, ഇസ്ലാം ഈസ് ടോക്സിക്, മുസ്ലിംസ് ആർ ലവ്ലി. റിലീജിയൻ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോബ്ലം. മനുഷ്യൻ്റെ സോഫ്റ്റ്വെയറിലുള്ള പ്രശ്നമാണ്. പിന്നെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിനെ വെറുക്കുന്നു, മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നു. കുറേ യുക്തിവാദികൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ മുസ്ലിമാണ്, എൻ്റെ അമ്മ മുസ്ലിമാണ്, പക്ഷേ അവരോടെല്ലാം എനിക്ക് സ്നേഹമാണ്, പക്ഷേ ഞാൻ ഇസ്ലാമിനെ വെറുക്കുന്നു. മുസ്ലിംസ് ആർ വിക്ടിംസ് ഓഫ് ഇസ്ലാം. ഇസ്ലാം എന്ന രോഗത്തിൻ്റെ ഒരു ഇരകളാണ് മുസ്ലിങ്ങൾ. ഇങ്ങനെയുള്ള എല്ലാ ആഖ്യാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഇങ്ങനെ വരുമ്പോൾ ഇവിടെ കുറേ ചാനലുകൾ വരുന്നു. ഇപ്പോൾ ഇതൊരു ഫേമസ് യൂട്യൂബ് ചാനലാണ് നിരീശ്വരവാദികളുടെ ഇടയിൽ, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു, ആൻറ്റി വൈറസ്. ചാനലിൻ്റെ പേര് തന്നെ ആൻറ്റി വൈറസ്, വൈറസിനെ ഇല്ലാതാക്കുക. ആ ചാനലിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർ ബ്രെയിൻ ഈസ് വിഷിയേറ്റഡ് ബൈ വേരിയസ് തോട്ട് വൈറസസ്, റിലീജിയസ് ബിലീഫ്സ്, ഐഡിയോളജീസ്, ഡോഗ്മാസ്, പ്രജുഡിസ്. അതായത് നമ്മുടെ ബ്രെയിൻ സെയിം കാര്യം, ഞാൻ പറഞ്ഞ ആ കാര്യം തന്നെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് ഞാൻ എന്തോ ഒരു പ്രത്യേക വിഭാഗം യുക്തിവാദികളെക്കുറിച്ച് പറയുകയാണെന്ന്. അങ്ങനല്ല. ഞാൻ ഈ എക്സാമ്പിൾ ഇത് എടുത്തതേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേരളത്തിലെ ഒരു പൊതു യുക്തിവാദ മേഖലകളിൽ നടക്കുന്നത് ഈ ഒരു ആഖ്യാനമാണ്. പ്രബലമായിട്ട് നിൽക്കുന്ന ആഖ്യാനം അങ്ങനെയാണ്, ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അങ്ങനെയല്ലാത്ത യുക്തിവാദികളുണ്ടാകാം. പക്ഷേ ഇത് ചില യുക്തിവാദി ഗ്രൂപ്പുകൾ സവർക്കറൈറ്റ് നാസ്തികത എന്നാകുന്നുണ്ട്, ചിലർ ഞങ്ങൾ മാനവപക്ഷം യുക്തിവാദികളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയാലും ഇവർ രണ്ടുപേരും ഈ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ട്, ഒരു വൈറസാണ് ഇത് മനുഷ്യരെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഒരു മൈൻഡ് വൈറസാണ്. ആളുകൾ ഗ്രന്ഥം വായിക്കുന്നു, ഗ്രന്ഥം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വൈറസ് നമ്മുടെ ബ്രെയിനിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ബ്രെയിനിൽ നിന്ന് വേറെ ബ്രെയിനിലേക്ക് പടരുന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു. ഇപ്പം ഖുറാൻ 5:10 UDHR നിരക്കുന്നതല്ല, ഖുറാൻ 10:20 സ്ത്രീ വിരുദ്ധമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തിനാ നമ്മൾ ചെയ്യുന്നത്? മാറ്റം വരാൻ, ഈ വൈറസിനെ മാറ്റാൻ. ഇതിൻ്റെ പ്രശ്നം എന്താണ് എന്ന് ആരും ചോദിച്ചിട്ട് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതെന്ത് വർക്ക് ചെയ്യുന്ന സംഭവമാണോ, ഇത് ശരിക്കും സമൂഹത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ, ഇതെന്താണ്, ഇതിൻ്റെ ഗുണമാണോ ദോഷമാണോ എന്നൊന്നും നമ്മൾ പരിശോധിക്കുന്നില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നാസി റെജീമിലേക്ക് പോകണം. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഹിറ്റ്ലറിൻ്റെ സമയത്ത് നിങ്ങൾ ശുദ്ധരക്തമാണ് അല്ലെങ്കിൽ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. അതായത് നിങ്ങൾ പ്യുവർ ആര്യൻ റേസ് ആണെന്ന് നിങ്ങൾക്ക് സർട്ടിഫൈ ചെയ്ത് അവർ തരുമായിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ടെന്നായിരുന്നു. ജൂതന്മാരുടെ ജനിതകത്തിൽ പ്രശ്നമുണ്ട്, അവരത്ര പ്യുവറല്ല, അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ബ്ലഡ് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ പ്യുവർ ബ്ലഡുള്ള ആളുകൾ ഇംപ്യുവർ ബ്ലഡുള്ള ആളുകളുമായിട്ട് കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം അവരിവിടെ വന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. കാരണം വൈറസ് മാതിരി, ഈ നേരത്തെ പറഞ്ഞ വൈറസ് മാതിരി ഇവിടെയും ഈ വൈറസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഈ സമൂഹത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂതന്മാരുടെ ജനിതകം ശരിയല്ല.
ഇവിടെ നിങ്ങൾക്ക് ഈ ഡോക്കിൻസ് കൊണ്ടുവന്ന ടൂളും നാസി റെജിമിലുള്ള ടൂളും തമ്മിലുള്ള ഭയങ്കര സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോക്കിൻസിൻ്റെ ടൂൾ വെച്ച് എന്താണ്, ചില കൾച്ചറുകളിൽ വൈറസ് ഉണ്ട്. ഈ നാസി റെജിം എന്താ പറഞ്ഞത്, ചില ജനിതകത്തിൽ പ്രശ്നമുണ്ട്. ഈ ഡോക്കിൻസിൻ്റെ ടൂൾ പ്രകാരം എന്താ, ഈ വൈറസ് മുക്തമായ ഒരു സുപ്പീരിയർ കൾച്ചറുണ്ട്. ഈ നാസി റെജിമിൽ പറയുന്നത് എന്താണ്, ഈ ആര്യൻ ജനിതകം മാത്രമുള്ള ഒരു സമൂഹമാണ് ഭയങ്കര ബെറ്റർ സമൂഹം, ഈ വൃത്തികെട്ട ജനിതകമില്ലാത്തൊരു സമൂഹം ബെറ്റർ സമൂഹമാണ്. ഡോക്കിൻസ് എന്താ പറയുന്നത്, ഈ വൈറസിനെ നമ്മൾ കണ്ടെയ്ൻ ചെയ്യേണ്ടതുണ്ട്. അത് തന്നെയാണ് നാസി റെജിം പറയുന്നത്, നമുക്ക് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ബേസിക്കലി ഇത് ഒരു വംശീയമായൊരു നറേറ്റീവാണ്. ആളുകൾ ചോദിക്കും ഇതെങ്ങനെ വംശീയത, ഞാൻ ഇപ്പോൾ കുറേ പേരോട് ഇത് റേസിസ്റ്റാണെന്ന് പറയുമ്പോൾ കുറേ യുക്തിവാദികളോട് ചോദിക്കും, നീ എന്തോടാ ഈ പറയുന്നത്, റേസിസ്റ്റോ? മതം എങ്ങനെയാണ് റേസിസ്റ്റ് ആവുന്നത്? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം വിശ്വാസങ്ങളല്ലേ. റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയോളജിക്കൽ ഒരു ജൈവികമായിട്ടുള്ളൊരു അതാണ്. അപ്പം ഇതെങ്ങനെയാണ് റേസിസ് ആവുന്നത്? കുറേ പേരോട് നിങ്ങൾ ചോദിക്കാറുണ്ട്. ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് മതത്തോടുള്ള ഒരു പ്രിജുഡിസ്ഡ് ആറ്റിറ്റ്യൂഡ് റേസിസം എങ്ങനെ ആവും, മതത്തിൽ ബയോളജിക്കൽ കമ്പോണൻ്റിലോ എന്നൊക്കെ കുറേ പേരോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. ഞാൻ അവരോട് ചോദിക്കാറുള്ളത് റേസിസം ആവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്തെങ്കിലും ബയോളജി ഉള്ളതുകൊണ്ടാണോ? ഇപ്പം ജൂതന്മാരുടെ ജനിതകം മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ അത് റേസിസം ആവുന്നത്? അല്ല. ഈ ജനിതകം മോശമാണെന്ന് പറഞ്ഞ് ഒരു ആഖ്യാനം വരുമ്പോൾ ആ മനുഷ്യർ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നം കാരണമാണ് റേസിസം ആവുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പം കറുത്ത വർഗ്ഗക്കാരുടെ തൊലി കറുത്താണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല അത് റേസിസം ആവുന്നത്. അവർ അങ്ങനെ തൊലി കറുത്ത മനുഷ്യർ മോശമാണെന്നൊരു ആഖ്യാനം വരുമ്പോൾ ആ സമൂഹത്തിൽ മനുഷ്യർ കുറച്ച് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അതുകൊണ്ടാണ് റേസിസം ആവുന്നത്. സിമിലർലി തന്നെ നമ്മളൊരു കൾച്ചർ ഇവർ ഇൻഹറൻ്റ്ലി മോശമാണ്, ഇൻഹറൻ്റ്ലി ഐഡിയോളജി മോശമാണ്, ഇൻഹറൻ്റ്ലി ഭയങ്കര മോശമാണെന്ന് പറയുമ്പോൾ ഇതേ മനുഷ്യർ അതേ പ്രശ്നങ്ങൾ നേരിടും. ഇപ്പം റേസിസം ഓഫ് ദി ഓൾഡ് ഡേയ്സ് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂതന്മാരുടെ ജനറ്റിക്സ് മോശമെന്ന് പറയായിരുന്നു, കറുത്ത വർഗ്ഗക്കാർ ശരിക്കും പരിണമിച്ചിട്ടില്ല എന്ന് പറയായിരുന്നു, കറുത്ത വർഗ്ഗക്കാർക്ക് വേദന അറിയാനുള്ള ഒരു മാർഗമില്ല എന്നൊരു സ്യൂഡോ സയൻസ് അന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പല ആധുനിക മോഡേൺ മെഡിസിൻ്റെ ഈ സർജറിയൊക്കെ നടത്തിയിരുന്ന കറുത്ത വർഗ്ഗക്കാരിലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനുഷ്യരായിട്ടില്ല, അവർക്ക് വേദനയില്ല എന്ന് പറഞ്ഞായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ജനിതകത്തിന് ഐക്യു ഇല്ല, അവർക്ക് വേദന കുറവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സംഭവങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഇന്നത്തെ റേസിസം എന്താണ്? ഇത് ഞാനൊരു എക്സ് ക്രിസ്ത്യൻ ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഒരു യുക്തിവാദിയാണോ എന്ന് എനിക്കറിയില്ല, അവിടെയുള്ള യുക്തിവാദികളാണെന്നാണ് പറയുന്നത്. അയാളുടെ ഒരു സംഭവമാണ്, ഇവന്മാരുടെ ബേസിക്കലി ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. അപ്പോൾ പുള്ളി ഇട്ട കമൻറ്റ് ഇതാണ്, ഇവർമാരുടെ ഐഡിയോളജിയാണ് ശരിയല്ലാത്തത്, ഖുറാനിലും മറ്റുമുള്ള ആൻറ്റി ജൂസ് വേർഡ്സ് ആണ് ഇവന്മാർ ജൂതനെ ഇത്രയും വെറുക്കാൻ കാരണം. ഞാൻ ഈ ലാംഗ്വേജ് ഒന്നും മാറ്റി ഇവിടെ ഐഡിയോളജി എന്ന് മാറ്റിയിട്ട് ഞാൻ ജനിതകം എന്നാക്കുമെന്ന് വിചാരിച്ചു. ഇവന്മാരുടെ ജനിതകമാണ് ശരിയല്ലാത്തത്, ഇവന്മാരുടെ ജനിതകം ശരിയല്ലാത്തത് കൊണ്ടാണ് ജൂതന്മാരെ ഇവർ വെറുക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും എടാ നീ പറയുന്നത് റേസിസം ആണെന്ന്. പക്ഷേ ഇവന്മാരുടെ ഐഡിയോളജിയാണ് ശരിയല്ലാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് റേസിസം ആണെന്ന് തോന്നുന്നില്ല. എന്താ ഇവിടെ മാറി? ഇവിടെ ഭാഷ മാറിയതേ ഉള്ളൂ. പുതിയ യുഗത്തിൽ ഈ ഡോക്കിൻസിൻ്റെ ടൂള് കൊണ്ട് സമൂഹത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഷ മാറിയതേ ഉള്ളൂ. നമ്മളിപ്പോഴും ചെയ്യുന്ന എന്താണ്, ഒരു വിഭാഗം മനുഷ്യരുടെ ഉള്ളിൽ എന്തോ പ്രശ്നമുണ്ട്, മൈൻഡിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ബേസിക്കലി സെയിം തിങ്. അന്ന് നടന്ന അതേ നറേറ്റീവ് നമ്മൾ പറയുകയാണ്. ഇപ്പോൾ ഈ ഇപ്പോൾ ഇന്ത്യയിലെ ഒരു മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അവർക്ക് വാടക വീട് കിട്ടില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? മുസ്ലിങ്ങളോട് പേഴ്സണലി എന്തോ ദേഷ്യമുള്ളതുകൊണ്ടല്ല അവർക്ക് കിട്ടാത്തത്, അവരുടെ ഉള്ളിൽ ഈ വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല ആളുകൾക്ക്. ഒരു മുസ്ലിം വാടക വീടിന് വേണ്ടി നോക്കുമ്പോൾ അയാളുടെ മനസ്സിൽ വരുന്ന ചിന്ത, ഇവരുടെ ഐഡിയോളജി ശരിയല്ല, ഇവരുടെ മതം ശരിയല്ല, ഇവൻ തീവ്രവാദിയാകാൻ ഒരു 5% സാധ്യത ഉണ്ടെങ്കിലോ, എന്തിനാ റിസ്ക് എടുക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ ഡോക്കിൻസിൻ്റെ ടൂൾ എടുക്കുമ്പോൾ യുക്തിവാദികൾ എന്താ ചെയ്യുന്നത്? ആ നറേറ്റീവ് നോർമലൈസ് ചെയ്യുകയാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇത് പല യുക്തിവാദികളും തിരിച്ചറിഞ്ഞില്ല. അവരെങ്ങും പറയുകയാണ് ഈ പേപ്പട്ടി മതം, ഞങ്ങൾ ഇസ്ലാം എന്ന മതത്തെ വെറുക്കുന്നു, മുസ്ലിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു. നിങ്ങൾ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ എന്ത് വേണം ചെയ്തു, അവസാനം നിങ്ങൾ ഈ പറഞ്ഞു വയ്ക്കുന്നത് ഇവരുടെ ഐഡിയോളജി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഇത് മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് റേസിസം, കൾച്ചറൽ റേസിസം എന്നുള്ളൊരു വാക്ക് അക്കാദമിക ലോകം ഇതിന് പേരിട്ട് തന്നെ കൾച്ചറൽ റേസിസം എന്നാണ്. കാരണം കൾച്ചറിനെ എസെൻഷ്യലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സത്താപരമായിട്ട് ഇവരുടെ കൾച്ചറിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന നറേറ്റീവ് കൊണ്ടുവന്ന് ആളുകൾക്ക് പ്രശ്നങ്ങൾ കൊണ്ടുവരിക.
ഇപ്പോൾ ഇത് കറുത്തവർഗ്ഗക്കാർ നേരിടുന്നുണ്ട്. അമേരിക്കയിൽ കറുത്തവർഗ്ഗക്കാർ പണ്ട് നേരിട്ടിരുന്നത് ഈ ജനിതകത്തിൻ്റെ ആയിരുന്നെങ്കിൽ ഇന്ന് കറുത്തവർഗ്ഗക്കാർക്ക് വീട് കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് അവിടുത്തെ വെളുത്തവർഗ്ഗക്കാർ പറയുന്നത് കറുത്തവർഗ്ഗക്കാരൻ്റെ കൾച്ചർ ശരിയല്ല, അവർ ക്രൈം ചെയ്യാൻ സാധ്യത കൂടുതലാണ്, അവരുടെ ചെറുപ്പം തൊട്ടേ ഡ്രഗ്സിനെ പറ്റിയുള്ള പാട്ടുകൾ കേൾക്കുന്നു, അപ്പോൾ അവരതുകൊണ്ടാണ് അവർ ഡ്രഗ്സ് കൂടുതൽ എടുക്കുന്നത്. ഇവിടെ യുക്തിവാദികൾ ഞാൻ എല്ലാ യുക്തിവാദികളല്ല പറയുന്നത് കേട്ടോ, ഇത് അങ്ങനെ ചെയ്യാത്ത യുക്തിവാദികളുണ്ട്. ഞാൻ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന പല യുക്തിവാദി ഗ്രൂപ്പുകൾക്കും ഈ ഡോക്കിൻസിൻ്റെ ബാധ ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഒരു വേറെ എക്സാമ്പിളാണ് ഈ ഒരു പഠനം, ഇസ്ലാമോഫോബിയ വിത്ത് ഓർ വിത്തൗട്ട് ഇസ്ലാം. ഈ പഠനം ബേസിക്കലി ബ്രിട്ടനിൽ ഇസ്ലാം അല്ലാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ഇസ്ലാമിലേക്ക് പോകുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനകത്ത് വെളുത്ത വർഗ്ഗക്കാരുണ്ട്, ഇമിഗ്രൻസ് ആയിട്ടുള്ള മനുഷ്യരുണ്ട്. ഇവരൊക്കെ ഇസ്ലാമിൽ നിന്ന് അല്ലെങ്കിൽ ജനിച്ചപ്പോൾ അവർ ഇസ്ലാം മതത്തിലല്ല, കുറച്ച് കഴിഞ്ഞാൽ അവർ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അവർ നേരിടുന്നുണ്ട്. ചിലരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക, ആ മുസ്ലിം ആയെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളോടുള്ള ദേഷ്യമല്ല, ഇസ്ലാം എന്ന ഐഡിയോളജിയിൽ ഈ വൈറസ് ഉണ്ട് എന്ന പൊതുബോധം കാരണമാണ്. ചില ആളുകൾക്ക് അടിക്കുന്നു, ചില ആളുകൾ പള്ളിയിൽ പോകുമ്പോൾ അടിക്കുകയാണ്, നീ യു ആർ എ ഡിസ്ഗ്രേസ്. അവൻ്റെ പേഴ്സണൽ ട്രേറ്റ്സ് ഒന്നും മാറിയിട്ടില്ല, ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അയാൾ ഈ ഐഡിയോളജി പോയി, ആ ഐഡിയോളജി നമ്മുടെ കൾച്ചറുമായിട്ട് യോജിക്കുന്നില്ല, ഇത് പ്രശ്നകരമാണ് എന്ന സംഭവം കാരണമാണ് അവിടെ ഈ പ്രശ്നം നടക്കുന്നത്. അതിന് ഞാനൊരു ഉദാഹരണം, ഇപ്പോൾ കേരളത്തിലെ യുക്തിവാദികളുടെ ഒരു അവസ്ഥ ഞാൻ പറയാം. ഇത് ഒരു സംഘപരിവാർ വ്യക്തി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റാണ്. അയാളുടെ പേര് എൻ്റെ പേരുമായിട്ട് വളരെ സാമ്യമാണ് കേട്ടോ. ഞാൻ ഒരു ക്ലൂ തരാം, പക്ഷേ ഞാൻ പേര് കാണിച്ചിട്ടില്ല, ഒരു ക്ലൂ തരാം. പുള്ളി പറയുന്നത് ഇതാണ്, പുള്ളി അയർലൻഡിലൊരു അഭയാർത്ഥി ആയിട്ടുള്ളൊരു വ്യക്തി വന്നിട്ട് അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നപ്പം അയർലൻഡിലൊരു കലാപം നടന്നു. അപ്പം അന്ന് അദ്ദേഹം ഇട്ടൊരു പോസ്റ്റാണ്, അയർലാൻഡ് കത്തുകയാണ്, മാനവികത മൂത്ത് അഭയം കൊടുത്തൊരു അൾജീരിയക്കാരൻ 3 പിഞ്ചു കുഞ്ഞുങ്ങളെ കുത്തിക്കീറിയത് കണ്ട് മാനവികവാദികൾ പോലും കിളി പോയി നിൽക്കുന്നു. കാര്യങ്ങളുടെ പോക്ക് മനസ്സിലായ 50,000-ഓളം പൗരന്മാർ കണ്ടത് മുഴുവൻ അഗ്നിക്കിരയാക്കി പ്രതിഷേധം നടത്തുന്നുണ്ട്. വൈകി വന്ന വിവേകം കൊണ്ട് എന്ത് ഫലം? പുള്ളി പറയുന്നത് മോശപ്പെട്ട കൾച്ചറുള്ള, മോശപ്പെട്ട വൈറസ് ബാധിച്ച ആൾ സമൂഹത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നാണ് ഇൻഡയറക്റ്റ്ലി പറഞ്ഞത്. നല്ലൊരു ലാൻഡിലേക്ക് മോശം ആളുകൾ വന്ന് പ്രശ്നം ചെയ്യുന്നത് സംഘപരിവാർ നറേറ്റീവാണ്, സംഘപരിവാർ ഐഡിയോളജി പറയുന്ന ആളാണ് ഇതിട്ടേക്കുന്നത്. ഞാനിനി സവർക്രൈറ്റ് നാസ്തികത പറയുന്ന അല്ലെങ്കിൽ സവർക്രൈറ്റ് നാസ്തികതയായിട്ട് അനുഭവമുള്ള ഒരാളിട്ട പോസ്റ്റ് ഞാൻ വായിക്കാം. അഭയാർത്ഥി എന്നും പറഞ്ഞ് കരഞ്ഞു വിളിച്ച് വരുന്നവരെ മുഴുവൻ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ യൂറോപ്യൻസും അമേരിക്കൻസും ഒക്കെ കരുതത് അവർ തങ്ങളുടെ സംസ്കാരത്തിൽ ഇഴകിച്ചേരുമെന്നാണ്. സംഭവിച്ചത് മറിച്ചാണ്. തൊഴിൽ തേടി വന്നവരും അഭയാർത്ഥികളും കുടിയേറ്റക്കാരും എല്ലാം അവരുടേതായ ഒരു സംസ്കാരം വേറെ വളർത്താനാണ് ശ്രമിച്ചത്. ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ് കുറച്ച് ടൈം അത് ചെയ്യാൻ വേണ്ടി. ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, സ്വതന്ത്ര ചിന്തയും ശാസ്ത്രീയ മനോവൃത്തിയും വളർന്നതോടെ കൾച്ചറൽ മതം നശിക്കുകയും ജനങ്ങളുടെ തുറന്ന ചിന്താഗതി വളരുകയും ചെയ്തതോടെ വിരുന്നുകാർ വീട്ടുകാരെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയായി. ബ്രിട്ടനിലൊക്കെ മുക്കാലും വിരുന്നുകാർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു. ഇത് അന്നുള്ള നാസി റെജീമിൻ്റെ സെയിം ലാംഗ്വേജ് ആണ്. അതായത് നല്ല കൾച്ചറുള്ള ഒരു സ്ഥലത്തേക്ക് മോശം കൾച്ചറുള്ള ആളുകൾ വന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കുകയാണെന്നാണ് സവർക്രൈറ്റ് നാസ്തികത പറയുന്നത്. സവർക്രൈറ്റ് നാസ്തികമായിട്ട് അനുകൂലമുള്ള നിങ്ങളോട് മിക്കലും ആ സവർക്രൈറ്റ് നാസ്തിക എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിൽക്കുന്ന മിക്ക ആളുകളും ചോദിച്ചാൽ അവർ ശരിയാണ്, ഈ വൈറസ് ബാധിച്ച ആളുകൾ വന്നു എന്നാണ്. സെയിം ആ ഡോക്കിൻസിൻ്റെ സെയിം സംഭവം, ഇത് പല രീതിയിൽ പറയുന്നതേ ഉള്ളൂ. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ഈ പ്രസൻറ്റേഷൻ ചെയ്യാൻ ബാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവർക്രൈറ്റ് നാസ്തികത മോശമാണ് കേട്ടോ, ഞങ്ങൾ മാനവിക പക്ഷമാണെന്ന് പറഞ്ഞുകൊണ്ട് വേറെ ഗ്രൂപ്പുണ്ട്. അവരിലെ പ്രമുഖരിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളുമാണ് അതിലും രസം. ഇത് മാനവിക യുക്തിവാദം എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ ഒരു പോസ്റ്റാണ്. അവർ പറയുന്നതാണ്, അയർലൻഡ് നൽകുന്ന പാഠം എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വന്തമായ ഒരു ചരിത്രവും സംസ്കാരവും ഉള്ളവർ എന്ന് വെച്ചാൽ അയർലൻഡുകാർക്ക് ഭയങ്കര നല്ല സംസ്കാരവും ചരിത്രമുണ്ട്. എല്ലാവരോടും സ്നേഹത്തോടും മാന്യമായും പെരുമാറിയിരുന്ന ശാന്തമായ ഒരു ജനവിഭാഗം, അതായിരുന്നു അയർലൻഡുകാർ. സുപ്പീരിയർ കൾച്ചറായിരുന്നു അയർലൻഡുകാരുടെ. അതുകൊണ്ട് തന്നെ അവർ ജോലിക്കും മറ്റുമായി മാന്യമായി അവിടേക്ക് വന്നവർ മുതൽ സ്വന്തം രാജ്യം നശിപ്പിച്ച് നാറാണക്കല്ലായിട്ട് അനധികൃതമായി അഭയാർത്ഥികളായി എത്തിയവർ വരെയുള്ളവരെല്ലാവരെയും അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചു. വൃത്തികെട്ട മനുഷ്യരെ അവരെടുത്തു. ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ച ഗവൺമെൻറ് തലത്തിൽ തന്നെ ഏറ്റവും അധികം സംരക്ഷണം കൊടുക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അയർലൻഡ് തന്നെയായിരുന്നു. അതിഥിയും അഭയാർത്ഥിയുമായി വന്നവരുടെ കൊള്ളരുതായ്മകൾ സഹിച്ച് അളമുട്ടിയപ്പോൾ അവസാനം അവരിലൊരു വിഭാഗം പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കാൻ. എന്താ ഈ പറഞ്ഞു വരുന്നത്? ഇത് സെയിം നറേറ്റീവാണ്. ഇവിടെ വൃത്തികെട്ട മനുഷ്യർ വന്നു എന്ന് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഈ മാനവിക പക്ഷം യുക്തിവാദം എന്ന് പറയുന്ന ആളുകളും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും സമൂഹത്തെ കാണുന്നത് ഈ ഡോക്കിൻസ് കൊണ്ടുവന്ന ഈ ഒരു വീക്ഷണത്തിലൂടെയാണ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്.
മാനവികത കൂടുന്ന സ്റ്റേറ്റ്മെൻ്റ് ആയതുകൊണ്ട് അവിടുത്തെ സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ പോലും വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അഭയാർത്ഥികളും ജിഹാദികളും ഒരു ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മറുഭാഗത്ത് എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പം നിങ്ങൾ പറയും ഇതെന്താ ഇവിടെ? ദിസ് ഇസ് റേസിസം. നമ്മൾ ഈ മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? 916 റേസിസം, 916 നാസിസം. പിന്നെ നമ്മൾ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്, സംഘികൾ എങ്ങനെയാണ് ജയിക്കുന്നത്, സംഘപരിവാർ ആളുകൾ എങ്ങനെ ജയിക്കുന്നു. ഈ മാനവികത എന്ന് പറയുന്ന ആളുകളും സംഘപരിവാറിൻ്റെ നറേറ്റീവാണ് പറയുന്നത്. ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ കൂടെ നിന്ന് നമുക്ക് സംഘപരിവാറിൻ്റെ ഐഡിയോളജി പറയണോ, അതോ സംഘപരിവാർ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ ഐഡിയോളജി പറയണോ എന്ന തർക്കമേ ഉള്ളൂ ഇവിടെ. ഈ മാനവിക പക്ഷ യുക്തിവാദവും സ്വർക്രൈൻ നാസ്തികതയും ഇങ്ങനെയൊക്കെ പറയുന്ന പല പല ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇവരുടെ തമ്മിലുള്ള തർക്കം ഇത്രയേ ഉള്ളൂ. സംഘികളുടെ കൈ തോളിട്ടിട്ട് നമുക്ക് പറയണോ, അത് സംഘി മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതേ കാര്യം നിങ്ങൾ പറയണം. ആ തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്, ഡോക്കിൻസിൻ്റെ ബാധയിൽ നിന്ന് യുക്തിവാദ മൂവ്മെൻറ്റുകൾ പോകുന്നില്ലെങ്കിൽ ഇവിടെ ഫാഷിസം വരുന്നതിൽ വലിയ കാര്യമില്ല. കാരണം യുക്തിവാദികൾ പോലും ഫാഷിസ്റ്റ് നറേറ്റീവ്സ് ആണ് പറയുന്നതെങ്കിൽ പിന്നെ സമൂഹത്തിൽ എന്താ ഉള്ളത്? ഫാഷിസ്റ്റ് നറേറ്റീവ്സ് യുക്തിവാദികൾ പോലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അയ്യോ ഇവിടെ ഫാഷിസം വരുന്നു, BJP മോശമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ശരി നീ കുറേയൊക്കെ പറഞ്ഞല്ലോ എങ്ങനെ ഡോക്കിൻസ് മോശമാണ്, ഡോക്കിൻസിൻ്റെ ടൂള് മോശമാണ്, അപ്പോൾ ശരിക്കും എങ്ങനെ സമൂഹത്തിൽ മാറ്റം വരുന്നത് ചോദിക്കാമല്ലോ ആളുകൾക്ക്. എങ്ങനെ മാറ്റം വരുന്നത്? നമുക്ക് എക്സാമ്പിൾസ് എടുക്കാം. ഇപ്പോൾ സൗദി, സ്ക്രീനിൽ കാണുന്നത് സൗദിയിലെ സ്ത്രീകളുടെ നാഷണൽ ഫുട്ബോൾ ടീമാണ്. നിങ്ങൾക്ക് കാണാം, ചിലർ തട്ടവിട്ടിട്ടില്ല, ഡ്രൈവിംഗ് പോലും അലൗ ചെയ്യാതിരുന്നൊരു സമൂഹമായിരുന്നു സൗദി, അല്ലേ? നമുക്കറിയാം 10 കൊല്ലം മുമ്പ് അവിടെ സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള അവകാശമില്ല. പക്ഷേ ഇന്ന് സൗദിയിൽ സ്വന്തമായിട്ട് സ്ത്രീകളുടെ ഫുട്ബോൾ ടീം വരെ ഉണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2034 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന സൗദി അറേബ്യയിലാണ്. ഈ മാറ്റം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? യുക്തിവാദി ഈ ഡോക്കിൻസിൻ്റെ ഈ ഒരു വീക്ഷണം വെച്ചെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ വിശദീകരിക്കുക? അതായത് ആളുകൾ ബുക്കെടുക്കുന്നു, വായിക്കുന്നു, വായിക്കുന്നു, വൈറസ് പടരുന്നു, ഉടനെ ആളുകൾ മോശമാകുന്നു. അപ്പം എന്താ ഇവിടെ മാറിയോ? ബുക്ക് മാറിയോ? ഖുറാൻ മാറിയിട്ടുണ്ടോ? സൗദിയിൽ ഖുറാൻ മാറിയ ആരെങ്കിലും അറിഞ്ഞോ? ഇല്ല. സെയിം ഖുറാനുണ്ട്. അത് അറബി തന്നെയാണ് കേട്ടോ, മൂലഗ്രന്ഥത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ മൂലഭാഷയിൽ തന്നെയാണ് അവിടുത്തെ കൾച്ചർ. അപ്പം മാറിയിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് ഈ അർത്ഥം മാറിയോ? എന്താ മാറിയെന്താ? ഡോക്കിൻസിൻ്റെ തിയറി പ്രകാരം ഇവിടെ മാറ്റം വരണമെങ്കിൽ ഈ വൈറസിനെ ഹാൻഡിൽ ചെയ്യുന്ന എന്തെങ്കിലും സംഭവം അവിടെ ചെയ്യണം. പക്ഷെ അവിടെ എന്താ നടത്തുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? അവിടെയുള്ള സൗദിയിലുള്ള ഫേമസ് യുക്തിവാദ മൂവ്മെൻറ്റ് ആർക്കൊക്കെ അറിയാം? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സൗദിയിലുള്ള യുക്തിവാദ മൂവ്മെൻറ്റ്? ആരും കേട്ടിട്ടില്ല. ചിലപ്പോൾ അവിടെ യുക്തിവാദം പറഞ്ഞാൽ ചിലപ്പോൾ തല വെട്ടിക്കളയായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഈ മാറ്റം വരുന്നു? അതൊന്നും ഉത്തരം വേണ്ട. ഡോക്കിൻസിൻ്റെ ടൂൾ എടുക്കുന്നവർക്ക് ഉത്തരം വേണം. അവിടെ നടന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1930കളിലാണ് സൗദിയിൽ എണ്ണ കണ്ടുപിടിക്കുന്നത്, ഓയിൽ കണ്ടുപിടിക്കുന്നത്. സ്ക്രീനിലുള്ളത് അമേരിക്ക ആൻഡ് അറബ് കൊളാബറേഷനോടുകൂടി ഓയിൽ കണ്ടുപിടിക്കാൻ പോകുന്ന ജിയോളജിസ്റ്റുകളാണ്. അങ്ങനെ അവരുണ്ടാക്കുന്ന കമ്പനിയാണ് അരാംകോ, അറബിക് അമേരിക്കൻ കമ്പനി അരാംകോ. അങ്ങനെ ആ ഓയിൽ കമ്പനിയുടെ എന്താ പറയുന്നത്, ഇവർ തമ്മിലുള്ള അമേരിക്കയും സൗദിയും തമ്മിലുള്ള ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓയിൽ റിഫൈനറീസ് ഉണ്ടാക്കിത്തരാം, അവിടെ നമ്മൾ ഓയിൽ എടുക്കും, നിങ്ങൾക്ക് പൈസ തരാം, അതിൻ്റെ ഒരു ലാഭവിഹിതം തരാം, സൗദി കുടുംബത്തിന് നമ്മൾ പ്രൊട്ടക്ഷൻ തരാം, ഇവിടെ എന്തെങ്കിലും ഇൻറ്റേർണൽ കലഹോ നിങ്ങളെ ഭരണത്തെ ഇങ്ങനെ എടുത്ത് കളയാൻ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങളുടെ മിലിറ്ററി ബേസ് ഉണ്ട്. സൗദിയിലാണ് അമേരിക്കയുടെ മിലിറ്ററി ബേസ്. അതുകൊണ്ടാണ് ഇപ്പം അറബ് രാജ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ബോംബിടലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അമേരിക്ക സൗദിയുടെ ബേസൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പം സൗദിയിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട്. അങ്ങനെ സൗദിയിൽ പൈസ കുമിഞ്ഞു കൂടുന്നു. ഒരു 2016 ഏതാണ്ട് ആ കാലഘട്ടം ആകുമ്പോഴത്തേനും സൗദി കുടുംബത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇനി എണ്ണ കൊണ്ട് അധികം നിൽക്കാൻ പറ്റില്ല. ഇത്ര നാളും എണ്ണയുടെ എക്കണോമി വെച്ച് നോക്കി, ഇനി ഭാവിയിൽ എണ്ണയുടെ എക്കണോമി ഇല്ല. അന്ന് അവർ കൊണ്ടുവരുന്ന ഒരു എന്താ പറയുന്നത്, ഒരു അനൗൺസ്മെൻ്റാണ് സൗദി വിഷൻ 2030. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. സൗദി വിഷൻ 2030 2016 സൗദി സർക്കാർ പുറപ്പെടുവിച്ച ഒരു പ്രസ്താവനയാണ്. അന്ന് അവർ പറയുന്നത്, ഞങ്ങൾ ഓയിലിൽ നിന്ന് മാറി ടൂറിസം പിന്നെ മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള സംഭവം ഇതിലേക്ക് ഞങ്ങൾ പോകുന്നു. കാരണം അല്ലാതെ നമുക്ക് പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന മാറ്റം എന്താണ്? മതഗ്രന്ഥങ്ങളോ മതവിമർശനമാണോ ഇവിടെ വർക്കാവുന്നത്? അല്ലെങ്കിൽ ഈ മതവിമർശനം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആരും അവിടെ ഖുറാൻ
4:34 സ്ത്രീ വിരുദ്ധമാണ്, ഖുറാൻ്റെ 5:10 UDHR വിരുദ്ധമാണെന്ന് പറഞ്ഞിട്ടല്ല അവിടെ മാറ്റം തന്നെ. അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടാൻ തുടങ്ങി. ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയപ്പോൾ അവിടെ മാറ്റങ്ങൾ വരേണ്ടി വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഈ 2016 ശേഷമാണ് സ്ത്രീകൾക്ക് അവിടെ അവകാശങ്ങൾ കിട്ടി തുടങ്ങുന്നത്. കാരണം എന്താ? ഇങ്ങനൊരു സാമ്പത്തിക മാറ്റം, അതായത് നമ്മൾ ടൂറിസത്തിലേക്ക് പോകുന്നു, നമ്മൾ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്ന സംഭവം വരുമ്പോൾ ഈ സ്ത്രീകൾ പണിയെടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പണ്ട് ചെയ്യായിരുന്നു. ഓയിൽ മാത്രമുള്ളപ്പോൾ ഒരു വിഭാഗം മനുഷ്യർ പണിയെടുക്കാതിരുന്നാൽ മതി, കാരണം ഓയിലിൻ്റെ പൈസയുണ്ട്. അപ്പോൾ നമുക്ക് പറയാം സ്ത്രീകൾ ഇറങ്ങാൻ പാടില്ല, പർദ്ദ ഇടണം, അതാണ് തേങ്ങയാണ് മാങ്ങയാണ് ചക്കയാന്നൊക്കെ പറഞ്ഞിരിക്കാം. പക്ഷേ ഈ മാറ്റം വരുമ്പോൾ എന്താണ്? ഒരുപാട് വിഭാഗം മനുഷ്യർ പണിയെടുക്കണം, വെളിയിൽ നിന്ന് ആളുകൾ വരണം, വെള്ളക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം, പിന്നെ ടൂറിസം വരണം, ഫുട്ബോൾ മാച്ചസ് നടത്തണം, മെസ്സിയെ കൊണ്ടുവരണം, റൊണാൾഡോയെ കൊണ്ടുവരണം, വേൾഡ് കപ്പ് കൊണ്ടുവരണം. അപ്പോൾ എന്താണ്? സ്ത്രീകൾക്ക് അവകാശം കൊടുക്കുന്നില്ല, അവർ പർദ്ദയിട്ട് നടക്കാൻ പറ്റും എന്നുള്ള സംഭവം ഒന്നും അവിടെ വർക്കാവത്തില്ല. അപ്പോൾ അവിടെ മതത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. ഇന്നും പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൗദിയിൽ മതപണ്ഡിതരുണ്ട്, അവരിങ്ങനെ ഫത്വകൾ ഇറക്കുന്നതൊക്കെ കാണാം. പക്ഷേ സമൂഹത്തിൽ അത് ഡോമിനൻ്റായി മാറുന്നില്ല. എന്താണ് കാരണം? അവിടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് സമൂഹത്തിലെ ചേഞ്ചസ് ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനോട് പറയാൻ നോക്കുന്നത്. മതഗ്രന്ഥങ്ങളിലുള്ള വൈറസിൽ നിന്ന് മുക്തമാവുകയല്ല അവിടെ ചെയ്യുന്നത്. സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങൾ മാറുന്നു. അതാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ആക്ച്വലി ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു സൗദിയിലെ ഓയിൽ റിഫൈനറീസും മിലിറ്ററി ബേസും ഒക്കെ അമേരിക്ക പണിയുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിനവർ ഉപയോഗിച്ച കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുതലാളിയും കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും ഫോട്ടോ ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ആരെന്ന് നിങ്ങൾക്കറിയോ? ആരെങ്കിലും അറിയോ? അതെ, മുഹമ്മദ് ബിൻ ലാദൻ, ഒസാമ ബിൻ ലാദൻ്റെ അച്ഛൻ. സൗദി ബിൻ ലാദൻ ഗ്രൂപ്പാണിത്. അവരുടെ കമ്പനി വെച്ചിട്ടാണ് അമേരിക്ക അവിടെ കൺസ്ട്രക്ഷൻ കമ്പനി, അവിടെ ഓയിൽ റിഫൈനറി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പണിത്. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഞാൻ അടുത്ത കേസ് പറയുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ മാറ്റം നോക്കാം. നിങ്ങൾ പറയും സൗദിയിലെ നീ അങ്ങനെ സൗദിയുടെ കാര്യമൊന്നും പറയണ്ട, അതൊക്കെ ഒരു എക്സെപ്ഷണൽ കേസുകളാണ്, അങ്ങനെ 1 ഓഫ് കേസുകളൊക്കെ ഉണ്ടാകും. പക്ഷേ ഞങ്ങളുടെ ഡോക്കിൻസ് എണ്ണം പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ അഫ്ഗാനിസ്ഥാൻ്റെ എടുക്കാം. അഫ്ഗാനിസ്ഥാൻ എന്താ 1927 അഫ്ഗാൻ സ്ത്രീകളുടെ ഫോട്ടോ ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലിബറൽ യൂറോപ്യൻ സമൂഹത്തിലുള്ള സ്ത്രീകളിടുന്ന വസ്ത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതെന്താ? അവിടെ ഖുറാൻ ഇല്ലായിരുന്നോ? ഖുറാൻ വായിക്കുന്നവരില്ലായിരുന്നോ? മതപാഠശാലകളില്ലായിരുന്നോ? ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലായിരുന്നോ? പിന്നെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ഖുറാനെ പറ്റിയും ഇതിനെപ്പറ്റിയും. ഇന്ന് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണെന്ന്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ കാണാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ വോട്ടവകാശം, എഡ്യൂക്കേഷൻ വരെ ബാൻ ചെയ്തിരിക്കുകയാണ്. അവിടെ സ്ത്രീകളിപ്പോൾ പർദ്ദയും ബുർക്കിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ അവകാശം തരും. ഡോക്കിൻസ് പറയുക എന്തായിരിക്കും? മതഗ്രന്ഥങ്ങൾ വായിച്ചു, വൈറസ് വന്നു, വൈറസ് പടർന്നു, ആളുകളെല്ലാം പോയി, എല്ലാമേ പോച്ച്. പക്ഷെ അങ്ങനെയാണെങ്കിൽ 1927 എന്താ നടക്കാൻ? എന്തുകൊണ്ടാണ് ഇപ്പോൾ അത് നടക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും? അതിനുത്തരം ഇവിടെ സ്ക്രിപ്ചറൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഗ്രന്ഥം ഇതേം സൗദിയുടെ പോലെ തന്നെ ഗ്രന്ഥം മാറില്ല. സൗദിയിൽ നേരെ റിവേഴ്സാണ്. സ്ത്രീകൾക്ക് അവകാശമില്ല എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് അവകാശത്തേക്ക് മാറുന്നു. അഫ്ഗാനിസ്ഥാൻ നേരെ തിരിച്ചാണ്. സ്ത്രീകൾക്ക് അവകാശമുള്ള ഒരു സ്ഥലത്തിൽ നിന്നും അവകാശമില്ലാത്ത ഒരു സമൂഹമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ മാറും. എന്താണ് ഇതിൻ്റെ മാറ്റം? 1978 അവിടെ ഒരു സോവിയറ്റ് സപ്പോർട്ടോടുകൂടി ഒരു സർക്കാർ വരുന്നു. അവിടെ ഒരു വിപ്ലവം നടക്കണം. അവിടെയുള്ള എക്സിസ്റ്റിംഗ് സർക്കാരിനെ ഓവർത്രോ ചെയ്ത് എടുത്തു കളഞ്ഞ് അവിടെ ഒരു വിപ്ലവം. ആ വിപ്ലവത്തിൽ പങ്കെടുത്ത സ്ത്രീയുടെ ഒരു ഫോട്ടോ ആണിത്. സൗർ വിപ്ലവം എന്നൊക്കെയറിയാം. അപ്പോൾ ഈ വിപ്ലവം നടക്കുമ്പോൾ അവിടെ ആ വരുന്ന സർക്കാർ അതൊരു കമ്മ്യൂണിസ്റ്റ് അനുഭവമൊക്കെ ഉള്ള സർക്കാരാണ്. അപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ള സർക്കാർ വരുമ്പോൾ സാധാരണ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഭൂപരിഷ്കരണം, കുറേ കാര്യങ്ങൾ നാഷണലൈസ് ചെയ്യുന്നു. അവിടെയുള്ള ഒരു ലോഡ്സ് അങ്ങനെയുള്ള ആളുകളുടെ ആ പവറുകൾ കുറയുന്ന ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ അവിടെയുള്ള ഒരു മതമൗലികവാദികൾക്ക് ആശങ്കകളുണ്ടാവണം. ഞങ്ങളുടെ ജീവിതം ഇനി എങ്ങനെ പറ്റും? ഇത് US മനസ്സിലാക്കുന്നു. കാരണം 1978 നടക്കുന്നത്. അവിടെ ആ സമയത്ത് നടക്കുന്ന കാര്യം എന്താണ്? ശീതയുദ്ധം. അമേരിക്കയും സോവിയറ്റും തമ്മിൽ ശീതയുദ്ധമാണ്. അപ്പോൾ സോവിയറ്റിൻ്റെ കൺട്രോളിൽ അഫ്ഗാനിസ്ഥാൻ വരാൻ പാടില്ല. അതുകൊണ്ട് അമേരിക്ക തുടങ്ങുന്ന സംഭവമാണ് ഓപ്പറേഷൻ സൈക്ലോൺ. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നത് റൊണാൾഡ് റീഗൻ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ ഈ മതമൗലികവാദികളെ കാണുന്നതാണ്. ഇങ്ങനെ അമേരിക്ക ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഫണ്ടിങ്ങും സപ്പോർട്ടോടും കൂടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് എന്ത്? മുജാഹിദീൻ ഗ്രൂപ്പ്. എന്തിനാണ് ഉണ്ടാക്കുന്നത്?
ഇവിടെ സോവിയറ്റിൻ്റെ പവർ ഇവിടെ പറ്റില്ല. സോവിയറ്റുകാർ നിങ്ങളുടെ മതത്തെയൊക്കെ ഇല്ലാതാക്കും കേട്ടോ, അവരൊക്കെ കാഫറുകളാണ്, അവർക്ക് നിങ്ങളുടെ കൾച്ചറിനെ ഇല്ലാതാക്കും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ പൈസ കൊടുത്ത് ഫണ്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഈ അറബ് രാജ്യങ്ങളിലുള്ള പല ഭാഗങ്ങളിൽ നിന്ന്, ഈജിപ്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ യൂത്തായിട്ടുള്ള ആളുകളെ ഹയർ ചെയ്ത് കൊണ്ടുവന്ന് അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് ഞങ്ങൾ ഫണ്ട് ചെയ്ത് അമേരിക്കക്കാരാണ് ട്രെയിൻ ചെയ്യുന്നത്. അമേരിക്കക്കാരാണ് മുജാഹിദീനുകളെ ട്രെയിൻ ചെയ്യുന്നത്. ഇതിൻ്റെ പേര് ഓപ്പറേഷൻ സൈക്ലോൺ ആണ്. ഡൗട്ട് ഉള്ളവർക്ക് ഗൂഗിളിൽ നോക്കാം, ഇപ്പോൾ ആണെങ്കിൽ ഗൂഗിളിൽ നോക്കാം. ഓപ്പറേഷൻ സൈക്ലോൺ, CIA ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് പറയുന്നുണ്ട് ഫണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ കമ്പനികളില്ലേ, സൗദി ബിൻ ലാദൻ ഗ്രൂപ്പ്, അദ്ദേഹത്തിൻ്റെ മകൻ ഒസാമ ബിൻ ലാദൻ ആണ് ഈ മുജാഹിദീൻ ഗ്രൂപ്പിന് അഫ്ഗാനിസ്ഥാനിൽ തുരങ്കങ്ങൾ പണിത് കൊടുക്കുന്നത്. അല്ലാതെ ഒസാമ ബിൻ ലാദൻ അവിടെ വരുന്ന അയാൾക്ക് മതം കൂടുതൽ അറിയാവുന്നതുകൊണ്ടല്ല, അയാൾ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളാണ്. അയാളാണ് ഈ തുരങ്കങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാണ് തുരങ്കങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത്? ഈ US ആളുകൾക്ക് ഇവിടെ വന്ന് മുജാഹിദീൻ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാനും. ആൻഡ് ഇത് നിങ്ങൾക്ക് അന്നിറങ്ങിയ അമേരിക്കൻ സിനിമ റാംബോ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്നറിയില്ല. റാംബോ 3 സിനിമയുടെ ഏറ്റവും അവസാനം കാണിക്കുന്നതാണ് ഈ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തെ പശ്ചാത്തലത്തിൽ റാംബോ എന്നൊരാളെ രക്ഷിക്കുന്നതാണ് കാണിക്കുന്നത്. അന്ന് സിനിമ അവസാനിക്കുന്ന സംഭവം ഒരു ക്രെഡിറ്റ് സീനുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ധീര പോരാളികളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന്. ധീര പോരാളി എന്ന് വെച്ചാൽ മുജാഹിദീൻ ഗ്രൂപ്പാകട്ടെ. അന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു അമേരിക്കയ്ക്ക് മുജാഹിദീകൾ. അവിടെ എന്ത് നടക്കുന്നു? ഈ സോവിയറ്റിനെ അവർ തോപ്പിക്കുന്നു. കാരണം അവിടെ സോവിയറ്റ് സോവിയറ്റ് അല്ല, അവിടെയുള്ള ഇടതുപക്ഷ സർക്കാർ സ്കൂൾ പണിയുന്നു, മുജാഹിദീൻ പോയി ബോംബിട്ട് പൊട്ടിക്കുന്നു. റോഡ് പണിയുന്നു, ബോംബിട്ട് പൊട്ടിക്കുന്നു. അങ്ങനെ അവിടെ സോവിയറ്റ് ഇൻവേഷൻ നടക്കുന്നു, അമേരിക്ക നടക്കുന്നു. അങ്ങനെ രണ്ടുപേരും നമ്മുടെ യുദ്ധത്തിൽ അവസാനം സോവിയറ്റ് തോറ്റു പോകുന്നു, സോവിയറ്റ് പിന്മാറുന്നു. അവസാനം അമേരിക്ക ഓക്കെ ടൈറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് മുജാഹിദീൻ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു തർക്കം വരികയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചിലർ പറഞ്ഞു നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ US-നെ തടയുക എന്നായിരുന്നു. അത് ചെയ്തല്ലോ, നമുക്ക് ബാക്ക് ടു ഗുഡ് ഓൾഡ് ഡേയ്സ് പോകാൻ. ചിലർ പറഞ്ഞു നോ, നമുക്കിനി എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ചെയ്ത പ്രൊജക്റ്റ് ബാക്കി എല്ലാ സ്ഥലത്തും ചെയ്യണം. ചിലർ പറയില്ല, നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മതി. അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഈ മുജാഹിദീൻ ഗ്രൂപ്പിൽ നിന്ന് പിളർന്ന് പോയതാണ് താലിബാൻ, അൽ-ഖൈദ. ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെ സ്പ്ലിറ്റായി പോയത്. അപ്പോൾ ഇവിടെ നടന്ന മാറ്റം എന്താണ്? ഡോക്കിൻസ് പറയുക ഇവിടെ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതം വായിച്ചിട്ട് ആളുകൾക്ക് വൈറസ് വന്നു. പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ മാറ്റം. അതാണ് ഇവിടെ വന്ന മാറ്റം. അതാണെങ്കിൽ പണ്ടേ നടക്കേണ്ടതല്ലേ? മതഗ്രന്ഥം വായിച്ച് ഇത് സംഭവിക്കേണ്ടതാണെങ്കിൽ അത് 1927-ലും 1978-ലും ഒക്കെ നടക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇതിന് ശേഷം അത് നടന്നു? ഇവിടെ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റം നടന്നു. സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ഇവിടുത്തെ ഇന്നത്തെ താലിബാനെ അവിടെ അധികാരത്തിൽ എത്തിച്ചത്. ഈ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ്. എന്താണ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ച്? ഒരു അധികാര മാറ്റം ഉണ്ടാകുമ്പോൾ US-ൻ്റെ ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ഒരു രാജ്യത്ത് വന്ന് അവിടെ ഒരു പവറും ഒരു അധികാരവും ഇല്ലാതിരുന്ന ആളുകളെ ഫണ്ട് ചെയ്ത് ശക്തരാക്കി അവർക്ക് ആ രാജ്യം കൊടുത്ത് ഇറങ്ങുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള അടിയായിട്ടാണ് ഈ September 11 ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ പല ആളുകൾ പറയുന്നത് ഖുറാനിൽ എന്തോ എഴുതി വെച്ചത് വായിച്ചിട്ടുടനെ ഒസാമ ബിൻ ലാദൻ നമുക്ക് എന്ന് പറഞ്ഞാൽ September 11 നടത്താം എന്നല്ല. ഈ കോൺഫ്ലിക്റ്റാണ്. പക്ഷെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? വൈറസ് ബാധിച്ച വൃത്തികെട്ട മനുഷ്യർ, എന്നിട്ട് വൈറസ് ബാധിക്കാത്ത റൊണാൾഡ് റീഗനെ പോലെ വളരെ മാന്യനായ കുട്ടപ്പന്മാർ. ഈ നറേറ്റീവിൽ നിന്ന് യുക്തിവാദികൾ മാറേണ്ടതുണ്ട്. ഈ നറേറ്റീവിൽ നിന്ന് യുക്തിവാദികൾ മാറുന്നില്ലെങ്കിൽ യുക്തിവാദ മൂവ്മെൻറ്റിന് പ്രത്യേകിച്ച് ഭാവിയൊന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് വളരെ വിമർശനമോ അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ് ഇതെന്ന്. ഇതന്നെയാണ് മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങൾ, ഇസ്രായേൽ പാലസ്തീൻ ആയിക്കോട്ടെ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, എന്ത് നിങ്ങൾ അവിടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ എടുത്താലാണ്. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയം തന്നെ എടുക്കാം. ഇന്ന് പലരും പറയുന്നത് ഖുറാനിൽ ജൂതവിരുദ്ധതയുണ്ട്, അതൊക്കെയാണ്, അതുകൊണ്ടാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം. പാലസ്തീനിൽ ഒട്ടോമൻസ് ഭരിക്കുമ്പോൾ ഖലീഫയായിട്ടുള്ള വ്യക്തി, ഖലീഫയെക്കാട്ടിലും എന്തായാലും ഇസ്ലാം എന്തായാലും ഇന്നത്തെ ഹമാസിന് അറിയുന്നത് ഞാൻ കരുതുന്നില്ല. ഖലീഫയായിട്ടുള്ള വ്യക്തി സുൽത്താനും ഒക്കെ അന്ന് പ്രൊക്ലമേഷൻ നടത്തുന്നുണ്ട് ജിസ്സിയ ഒഴിവാക്കി കൊടുക്കണമെന്ന്. ജൂതന്മാർക്ക് ജിസ്സിയ ഒഴിവാക്കി കൊടുക്കണം, അവർക്ക് തുല്യ അവകാശം കൊടുക്കണം. എന്താ അന്ന് അവർക്ക് വൈറസ് ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഹമാസ് അവിടെ പറയുന്നുണ്ട് ജൂതന്മാരെ കൊല്ലണമെന്ന്. എന്താണ് മാറ്റം? അവിടെ സയനിസ്റ്റ് ഇൻവേഷൻ നടന്നു. അവിടെ ഈ സയനിസം എന്ന് പറയുന്ന ഒരു ആശയം വന്നു. അവിടെ ഒരു കൊളോണൈസേഷൻ നടന്നു, കൊളോണിയലിസം വന്നു, അതിൻ്റെ കോൺഫ്ലിക്റ്റ് വന്നു. ആ കോൺഫ്ലിക്റ്റ് വന്നപ്പം ആളുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ മാറി. ഒട്ടോമൻ എംപയർ ഉണ്ടാകുമ്പോൾ അവിടെ ജൂതന്മാരെ നമുക്ക് ജിസ്സിയൊക്കെ ഒഴിവാക്കി കൊടുത്ത് അവർക്ക് അവകാശം കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നു. ഇന്ന് ഹമാസ് പോലുള്ള സംഘടനകൾ ഖുറാനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ജൂതന്മാരാണ് നമ്മുടെ ശത്രുക്കൾ, അവരെ കൊല്ലണം എന്നുള്ളത്. വാട്ട് എക്സ്പ്ലെയിൻസ് ചേഞ്ച്? മതഗ്രന്ഥങ്ങളല്ല, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക. അപ്പോൾ യുക്തിവാദികൾ ഈ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഞാൻ പറയാനുള്ള എക്സാമ്പിൾ ഒരു പ്രധാന എത്ര ടൈമാറില്ല, ഞാൻ ഒന്ന്
ചുരുക്കാൻ നോക്കാം. ഐ ഡോണ്ട് നോ, കുറച്ച് പറയാനുള്ളതുകൊണ്ട് മാത്രമാണ്. എന്താ പറയുന്നത്, ഈ ഇന്നത്തെ യുക്തിവാദികൾ ഇപ്പം നിങ്ങൾ നോക്കാം, ഒരു വർഷം ഒരു 10 ചർച്ചയെങ്കിലും ഉണ്ടാകും ഇസ്ലാമിലെ അടിമത്തം ഹറാമാണോ ഹലാലാണോ, അല്ലേ? 10 ചർച്ചകളെങ്കിലും ഞാൻ കാണുന്നുണ്ട്, എല്ലാ വർഷവും കാണാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ വരെ ചർച്ചയ്ക്ക് വരാൻ തുടങ്ങി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാഹുൽ ഈശ്വർ വരെ വന്നിട്ട് അടിമത്തം ഹലാലാണോ, ജിഹാദ് നല്ലതാണോ എന്നൊക്കെ ചർച്ചയ്ക്ക് വരുന്നത് യുക്തിവാദികളായിട്ട്. അങ്ങനത്തെ അവസ്ഥയാണ്. എന്നാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യയിൽ പുതുതായി പാസ്സായ തൊഴിൽ നിയമങ്ങളെക്കുറിച്ച് എത്ര യുക്തിവാദികൾ ചർച്ച ചെയ്തിട്ടുണ്ട്? ഈ തൊഴിൽ നിയമത്തിൽ എന്താണെന്നറിയോ? നിങ്ങൾ 4 കുറവോ പേരെ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ തൊഴിൽ നിയമങ്ങൾ നിങ്ങൾക്ക് ബാധകമല്ല എന്ന നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതായത് അടിമത്തം ലീഗലൈസ്. നിങ്ങൾക്ക് 4 പേരോ അതിൽ കുറവാണ് നിങ്ങളുടെ ഫേമിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അവരെ അടിമകളായിട്ട്, കാരണം അവർക്ക് ബേസിക് ഒരു സംഭവം പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാ വർഷവും 10-15 ചർച്ചകൾ നമ്മൾ ഇസ്ലാമിലെ അടിമത്തം ഹറാമാണോ ഹലാലാണോ എന്ന് നടത്താറുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ തൊഴിൽ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേരിൽ കൂടുതൽ നിങ്ങളൊരു സ്ഥാപനത്തിൽ വ്യക്തികളെ ഹയർ ചെയ്യുകയാണെങ്കിൽ, അത് ഒരു കൃഷി സ്ഥലമായിക്കോട്ടെ, നിങ്ങളുടെ ഒരു ഫേം ആയിക്കോട്ടെ, തൊഴിൽ നിയമങ്ങൾ ബാധകമല്ല. അതായത് മിനിമം വേജസ് കൊടുക്കണ്ട, മിനിമം പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. അടിമത്തം ഹലാലാക്കിയ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് നമ്മളിരുന്ന് ചർച്ച ചെയ്യുകയാണ് 200-500 മുമ്പ് ഏതോ കാലഘട്ടത്തിൽ ഗോത്രകാലത്ത് താമസിച്ചിരുന്ന ആളുടെ അടിമത്തം നല്ലതാണോ മോശമാണോ? ഇതിലെന്താ അർത്ഥമുള്ളേ? ഇതിലൊരർത്ഥമില്ല. ഇത് അതിലെ എന്തോ 6-ാം നൂറ്റാണ്ടിലെ ഒരു എക്കണോമിക് സിസ്റ്റത്തിലുള്ള അടിമത്തം നല്ലതാണോ മോശം? അതായത് ഇന്ന് ഇന്ത്യയിൽ ഒരിക്കലും വരാൻ സാധ്യതയോ ലോകത്ത് എവിടെയും വരാൻ, ഇന്നത്തെ സാമ്പത്തിക ക്രമം വെച്ചിട്ട് വരാൻ സാധ്യതയില്ലാത്തൊരു സംഭവം ശരിയോ തെറ്റോ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ജീവിക്കുന്ന മണ്ണൊലിച്ചു പോകുമ്പോഴും അത് നമ്മൾ കാണാതെ പോകുന്നു. കാരണം എന്താണ്? നമ്മുടെ ഫോക്കസ് ഈ ഗ്രന്ഥങ്ങളിലുള്ള വൈറസാണ്, മനുഷ്യ ജീവിതങ്ങളിലോ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയങ്ങൾ പാസ് ചെയ്യുന്ന നിയമങ്ങളിലോ അല്ല. ഇവിടെയാണ് യുക്തിവാദം ഫെയിലായി പോകുന്നത്. ഇന്നത്തെ യുക്തിവാദം ഫെയിലായി പോകുന്നത് ഈ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആശയതലത്തിൽ മാത്രം നിൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുകയും ഇന്നത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ മെറ്റീരിയൽ കണ്ടീഷൻസ്, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് നോക്കാതെ ഇരിക്കുന്നു. അപ്പം എൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഓക്കെ നീ പറഞ്ഞൊക്കെ വേണമെങ്കിൽ സമ്മതിക്കാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ പണ്ഡിതരുടെ ഒക്കെ വീഡിയോസ് കാണുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഖുറാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ ചെയ്യാൻ പാടില്ലെന്ന്, അല്ലെങ്കിൽ ഹോമോസെക്ഷൽസിനെ കൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് മാറ്റണ്ടേ? എങ്ങനെ മാറ്റും? ഖുറാനിൽ മോശമാണെന്ന് പറയാതെ എങ്ങനെ നമുക്ക് മാറ്റും? അതിനുള്ള ഉത്തരം എന്താണ്? സ്വതന്ത്രം തരം ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സയൻറ്റിഫിക് ടെമ്പർ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം എന്തുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് കാര്യകാരണ ബന്ധത്തോടുകൂടി പഠിക്കുക എന്നാണ്. അതിനൊരു ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും സക്സസ്ഫുൾ എക്സാമ്പിളാണ് സാലിമ ഇനീഷ്യേറ്റീവ്. ഇത്ര പേർക്ക് സാലിമ ഇനീഷ്യേറ്റീവ് അറിയാമെന്ന് എനിക്കറിയില്ല. സുഡാനിൽ നിലനിന്നിരുന്ന ഒരു പ്രാക്ടീസാണ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ, അതായത് സ്ത്രീകളുടെ ചെലാകർമ്മം. ലോകത്തുള്ള എല്ലാ യുക്തിവാദികളും ഒരു 10,000 യൂട്യൂബ് ലൈവെങ്കിലും ചെയ്തിട്ടുണ്ട്. ഹദീസിൽ ഇതുണ്ട്, ഖുറാനിൽ ഇതുണ്ട്, തേങ്ങ ഉണ്ട്, മാങ്ങ ഉണ്ടെന്നൊക്കെ. നിങ്ങൾക്ക് അയാൻ ഹിർസി അലി എന്നൊരു യുക്തിവാദ സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു, എക്സ് മുസ്ലിം സ്ത്രീയൊക്കെ. അവരൊക്കെ എപ്പോഴും അവർ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ നേരിട്ട സ്ത്രീയാണ്. അവരെന്നും വന്ന് പറയും ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അതാണ് മതം എന്ന് പറഞ്ഞാൽ. ഞാൻ ഇസ്ലാം എടുക്കുന്നത് ഇസ്ലാം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ എനിക്ക് ഇസ്ലാമിനോടെന്തോ മമതകളുണ്ടല്ല. ഇസ്ലാം പറയുമ്പോൾ കുറച്ചും കൂടെ ആളുകൾക്ക് റിലേറ്റ് ആകും, കാരണം നമ്മൾ അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലായിപ്പോയി അൺഫോർച്ചുനേറ്റ്ലി. അതുകൊണ്ട് ഞാൻ ഇസ്ലാം പറയുന്നുള്ളൂ. അപ്പോൾ ഇസ്ലാമിൻ്റെ അതിൽ ഇങ്ങനെയാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ അയാൻ ഹിർസി അലിക്ക് പൈസ കിട്ടുന്നു, അവരുടെ ബുക്കുകൾ വിറ്റ് പോകുന്നു, അവർ UK-ലും US-ലും പോയിരിക്കുന്നുള്ള. സുഡാനിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. സുഡാനിലുള്ളവർ ഓക്കെ ശരി ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരിക്കുക. സാലിമ ഇനീഷ്യേറ്റീവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പഠിച്ചു എന്തുകൊണ്ടാണ് അവിടെ ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഇവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ ഈ ചെലാകർമ്മം ചെയ്യുന്നത് നെസസറിലി മതം പറഞ്ഞുകൊണ്ടല്ല, ആ സമൂഹത്തിൽ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്, ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന ഒരു മൂല്യവ്യവസ്ഥ അവിടെ നിലപ്പുണ്ട്. അങ്ങനെ ഒരു സ്ത്രീകളുടെ ചെലാകർമ്മം നടക്കാത്ത സ്ത്രീകളെ ഗാൽഫ എന്ന വാക്കോടുകൂടിയാണ് അവിടെ വിളിക്കപ്പെടുന്നത്. ഗാൽഫ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ മോശമായ സ്ത്രീ, വൃത്തികെട്ട സ്ത്രീ എന്നൊക്കെയാണ്. അപ്പം അവിടെയുള്ള മനുഷ്യരുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മകളുടെ ചേലാകർമ്മം ഞാൻ നടത്തിയില്ലെങ്കിൽ എൻ്റെ മകളെ പറ്റി സമൂഹം ഇങ്ങനെ പറയുമല്ലോ
എൻ്റെ മോള് മോശമാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഭൂരിപക്ഷം മനുഷ്യരും അവിടെ ചെന്ന് അവിടെ അങ്ങനെ ഒരു മൂല്യവ്യവസ്ഥ നിൽക്കുന്നുകൊണ്ടാണ്. സാലിമ ഇനീഷ്യേറ്റീവ് എന്ത് ചെയ്തു? ഈ മൂല്യവ്യവസ്ഥയെ ചാലഞ്ച് ചെയ്യാൻ പോയില്ല. ഈ മൂല്യവ്യവസ്ഥ മോശമോ സ്ത്രീവിരുദ്ധമാണോ, ഖുറാനിലെ 5:34 എന്ത് പറഞ്ഞു, ഹദീസിൽ എന്ത് പറഞ്ഞു എന്നൊന്നും പറയാൻ പോയില്ല. അവരെന്ത് ചെയ്തു? അവർ പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചു, സാലിമ. സാലിമ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടവൾ, ദൈവം പൂർണ്ണതയോടെ സൃഷ്ടിക്കപ്പെട്ടവൾ, അൺടച്ച്ഡ്, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ ദൈവം എങ്ങനെയാണോ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത് അങ്ങനെ സൃഷ്ടിച്ചവൾ എന്ന ഒരു പാരലൽ മൂല്യ സിസ്റ്റം കൊണ്ടുവന്നു. എന്നിട്ടിത് ഡോക്ടേഴ്സ് വഴിയും അവിടുത്തെ സെലിബ്രിറ്റി വഴിയും അവിടുത്തെ മീഡിയ വഴിയും ഞാനും സാലിമയാണ് നിങ്ങളും സാലിമ പറയാറില്ല, ഞാനും സാലിമ നിങ്ങളും സാലിമ എന്നൊക്കെ പറയുന്ന മാതിരി സോഷ്യൽ മീഡിയകളിലും അവിടെയും ഇവിടെയും ഒക്കെ ഇതൊരു നല്ല കാര്യം. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് എൻ്റെ മോൾക്ക് സാലിമ എന്താ കുഴപ്പം, എന്തിനാണ് അങ്ങനെ ആവാലോ, നോർമലൈസ് ചെയ്തു. അവർ നോർമലൈസ് ചെയ്തത് ഒരിക്കലും ഇവരെല്ലാം വൈറസ് ബാധിച്ച വൃത്തികെട്ട മനുഷ്യരാന്ന് പറഞ്ഞിട്ടല്ല. കാരണം മനുഷ്യർ സാമൂഹിക ജീവികളാണ്. മനുഷ്യർ പല കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരെന്തോ, നിങ്ങളിപ്പോൾ ഈ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സമൂഹത്തിൽ പാൻറ്റും ഷർട്ടും ഇടുന്നത് നോർമൽ ആയതുകൊണ്ടാണ്. നാളെ സമൂഹത്തിൽ പാൻറ്റും ഷർട്ടും അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവം പറഞ്ഞാൽ നിങ്ങളെല്ലാം അത് ഇട്ടുകൊണ്ട് വരും. നിങ്ങൾ എത്ര വലിയ യുക്തിവാദിയാണെങ്കിലും, നിങ്ങൾ ഭയങ്കര വലിയ യുക്തിവാദിയായിരിക്കും. പക്ഷേ സമൂഹത്തിലെ മൂല്യവ്യവസ്ഥകൾക്കനുസരിച്ചാണ് മനുഷ്യരിക്കുന്നത്. അവരെന്താ ഇത്? അവർ മതഗ്രന്ഥങ്ങൾ മോശം തേങ്ങാ മാങ്ങാന്ന് പ്രഭാഷണമല്ല നടത്തിയത്, അവർ പാരലൽ മൂല്യവ്യവസ്ഥ കൊണ്ടുവന്നു. ആൻഡ് ഇപ്പം നിങ്ങൾക്കറിയാം, ഈ പല സ്ഥലങ്ങളിലും 80% നിന്നും 30% ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ കുറഞ്ഞു. അയാൻ ഇർസിയല്ല അവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ്. അയാൻ ഇർസിയിലേക്ക് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൻ ഇർസി ഇപ്പോൾ ക്രിസ്ത്യനായി. മുസ്ലിങ്ങളെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതുകൊണ്ട് മതം മാറി എന്നല്ലാതെ ഇവരെ കൊണ്ടൊന്നും പറ്റിയില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, മതങ്ങളെ വെറും ആശയതലത്തിലല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതങ്ങൾ എപ്പോഴും ഒരു സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക സാഹചര്യത്തിലാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. മതങ്ങൾക്ക് അതിൻ്റേതായ ഒരു സത്താപരമായ അർത്ഥമൊന്നുമില്ല. മനസ്സിലായേ? സത്താപരമായ അർത്ഥത്തിൽ സൗദിയിൽ അന്നുള്ള ആളുകൾ ഒരു ഓയിൽ എക്കണോമി മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഈ സ്ത്രീകളെ മാറ്റി നിർത്തണം എന്ന ഇൻ്റർപ്രിട്ടേഷൻ എടുക്കുന്ന ആളുകൾക്ക് ശക്തി അല്ലെങ്കിൽ അധികാരം കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം മാറുമ്പോൾ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻ എടുക്കാത്ത ആളുകൾക്ക് ഇത് തന്നെയാണ് യൂറോപ്പിലാണ്. നമ്മൾ ഈ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് കുറേ ആളുകൾ ഇങ്ങനെ മതവിമർശനം നടത്തിയോണ്ട് മാത്രം ഉണ്ടാവില്ല, അവിടുത്തെ എക്കണോമിക് സിസ്റ്റം മാറിയതാണ്. അമേരിക്കയിൽ ഈ അടിമത്തം മാറിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ബൈബിളിൽ എന്തോ വിമർശനമില്ല. അടിമത്തം വേണമെന്നും വേണ്ടാന്നും രണ്ടുപേരും ഒരേ സമയം തന്നെ ബൈബിൾ എടുത്താൽ പറയുന്നത്. യുദ്ധം ചെയ്യുക, നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും യുദ്ധം ചെയ്യുക. നോർത്ത് അമേരിക്കക്കാർ പറയുക ബൈബിൾ പ്രകാരം അടിമത്തം തെറ്റാണെന്ന്, സൗത്ത് അമേരിക്കക്കാർ പറയുക ബൈബിൾ പ്രകാരം അടിമത്തം ശരിയാണെന്ന്. രണ്ടുപേരും യുദ്ധം ചെയ്യുക. ഇതിലാര് പറഞ്ഞാൽ ശരി? രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് യുദ്ധം ഉണ്ടാകുന്ന വെച്ചാൽ നോർത്ത് അമേരിക്കയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ അടിമകളില്ലാതെ ജീവിക്കുന്ന ഒരു സാമ്പത്തിക സാഹചര്യം വന്നപ്പോഴാണ് അവിടെയുള്ള ആളുകൾ തോന്നുന്നത് നമുക്കൊന്ന് മാന്യന്മാരാകാം, നമുക്കിനി കർത്തവർഗ്ഗക്കാരൊന്നും അടിമയാക്കണ്ടെന്ന്. സൗത്ത് അമേരിക്കയിൽ അപ്പോഴും ഫ്യൂഡൽ എക്കോണമി ആയിരുന്നു. അപ്പോൾ അവർക്ക് തോന്നി ബൈബിൾ പ്രകാരം മാറേണ്ടില്ല. ഇതാണ് അവിടുത്തെ മാറ്റം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. താങ്ക് യു. ഇത്രയും സഹിച്ചതിന് നന്ദി. താങ്ക് യു. 1930 വരെ സൗദിയിൽ ഓയിൽ കണ്ടുപിടിക്കാതിരിക്കപ്പെട്ടതിന് കാരണം ഈ വൈറസ് അല്ലേ? സൗദി അറേബ്യയിൽ വൈറസ് കുറച്ച് ഡീആക്ടിവേറ്റ് ശക്തി കുറഞ്ഞു വരുന്നു. അഫ്ഗാനിസ്ഥാനിൽ വൈറസിന്റെ ശക്തി കൂടി വരുന്നു. ആത്യന്തികമായി വൈറസ് ഈസ് സ്റ്റിൽ ദെയർ. വൈറസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ ആന്റിബയോട്ടിക്സ്, സാറ് പറഞ്ഞ ഈ പറഞ്ഞ സലീമ റിഫോർമേഷൻ, അതൊക്കെ ജസ്റ്റ് ടൈപ്പ് ഓഫ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഒരിക്കലും വൈറസിനെ കില്ല് ചെയ്യുന്നില്ല. വൈറസ് ഈസ് സ്റ്റിൽ ദെയർ. അപ്പോൾ സാറിന്റെ ഒരു സൊല്യൂഷൻ പറയും. ആദ്യം വൈറസിനെ കില്ല് ചെയ്തെങ്കിൽ ഇറ്റ് ക്യാൻ റിമെയിൻ ഡോർമെന്റ് ഫോർ എ ലോങ് ടൈം. അതിനൊരു ലോങ് ടൈം വരെ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും അത് ആക്റ്റീവ് ആവും. നമ്മുടെ ഇന്ത്യയിലെ സെലിബ്രിറ്റീസ് മെനഞ്ഞാന്നും വന്ന് പറഞ്ഞു ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയത് ഹനുമാനാണ്. അപ്പം ആത്യന്തികമായി വൈറസ് അവിടെ ഉണ്ട്. അപ്പോൾ വൈറസ് തന്നെയല്ലേ ബേസിക് പ്രോബ്ലം? ഓക്കെ, ഇത് ഇപ്പം സൗദി അറേബ്യയിൽ 1930 മുമ്പ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1930 വരെ സൗദി ആരും കോളനൈസ് ചെയ്തില്ല. അതുകൊണ്ട് ആ സൗദിക്ക് ആ ടെക്നോളജി അവിടെ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നതാണ്. ഈ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു പരന്ന ഭൂമിയാണെങ്കിലും ഉരുണ്ട ഭൂമിയാണെങ്കിലും യൂറോപ്യൻ പവേഴ്സ് മറ്റ് സ്ഥലങ്ങളിൽ പോയി കോളനൈസ് ചെയ്ത് കിട്ടിയ ഫണ്ട് കൊണ്ടാണ് അവർക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ആക്സലറേറ്റ് ചെയ്യാൻ പറ്റിയതും. അവർക്ക് കാരണം നിങ്ങൾക്ക് കൂടുതൽ ഭൂമിയിലുള്ള കൺട്രോളും റിസോഴ്സും ഉള്ളപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സയൻറ്റിഫിക് റെവല്യൂഷൻ നടത്താൻ പറ്റും. സൗദി കോളനൈസ് ചെയ്യാൻ പോയില്ല. സൗദി നമുക്കിങ്ങനെ തന്നെ ഇരിക്കാം എന്ന് പറഞ്ഞു തന്നു. മനസ്സിലായി? അപ്പോൾ അല്ലാതെ അത് വൈറസ് ഉള്ളതുകൊണ്ടല്ല. വൈറസ് ആയിരുന്നെങ്കിൽ, അങ്ങനെയാണെങ്കിൽ
യൂറോപ്പിൽ സ്ത്രീകൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ വിച്ചസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കുന്ന യൂറോപ്പായിരുന്നു അല്ലേ? അപ്പോൾ അവർ വൈറസ്, നിങ്ങൾ പറയുന്ന ആ വൈറസ് മാറി, ഞാൻ വൈറസ് തന്നെ എടുക്കാം, അങ്ങനെ വൈറസ് മാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വൈറസ് മാറിയത്? വാട്ട് എക്സ്പ്ലെയിൻസ് ചേഞ്ച്? ഈ ഗ്രന്ഥങ്ങളിലുള്ള വാക്കുകളുടെ അർത്ഥം ഇതാണെന്ന് ഒരാളിരുന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടെ വൈറസ് മാറിയത്. ഗ്രന്ഥങ്ങളിൽ പലതരം അർത്ഥം എടുക്കുന്നുണ്ട്. ഇങ്ങനെ അർത്ഥം, ഇപ്പം ഒരു ഭൂമി പരന്നതാണ് എന്നൊരു വാക്യം നിങ്ങളൊരു വിശ്വാസിയെ കാണിച്ചു പല ഇൻ്റർപ്രിട്ടേഷൻ എടുക്കുന്ന ഒരാൾ പറയും അതെ ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന ഒരാൾ കാണും. ഒരാൾ പറയും ഭൂമി മുട്ടയുടെ കൂട്ടാണ്, ആ അർത്ഥത്തിൻ്റെ ആ അറബി വാക്കിൻ്റെ അർത്ഥം ഇതാണ്, അതിൽ നിന്ന് ഇങ്ങനെ പോയി എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ഇഡ്ഡലി പോലാണെന്ന് പറയുന്നവർ കാണും. അങ്ങനെ പല അർത്ഥങ്ങൾ എടുക്കും. ഇതിൽ ഏത് അർത്ഥം പറയുന്ന ആളുടെ പവർ അല്ലെങ്കിൽ ആ ഐഡിയോളജിയാണ് അവിടെ ശക്തമാവുക എന്ന് നിർണ്ണയിക്കുന്നത് ഗ്രന്ഥങ്ങളല്ല, അവിടുത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ. അതാണ് ഞാൻ പറയാൻ വരുന്നത്.